രാജേന്ദ്രനെ ഇതുവരെ കണ്ടില്ലല്ലോ. മുഹൂർത്തത്തിന് ഇനിയും 10 മിനിറ്റല്ലേ ഉള്ളൂ. കല്യാണ ദിവസമെങ്കിലും അയാൾക്ക് കണ്ടത്തിൽ ഇറങ്ങാതിരുന്നൂടെ? ചേട്ടൻ കണ്ടത്തിൽ കളവറിക്കാൻ പോയതല്ലോ, സ്നേഹിതനെ കാണാൻ പോയതാ. എന്നിട്ട് മുഹൂർത്ത സമയം ആയല്ലോ, എവിടെ പോയി കിടക്കുന്നു? സമാധാനമായിട്ട് ഈ വിവാഹം ജ്യേഷ്ഠന്റെ ഇഷ്ടപ്രകാരം നടത്തുന്നതാണ്. നമ്മളെക്കാൾ ഒക്കെ ഉത്കണ്ഠ അദ്ദേഹത്തിനുണ്ട്. പല്ലവന്റെ കല്യാണത്തിൽ തലേ ദിവസമേ ചെന്ന് കിടന്ന് മടക്കുന്നതാണല്ലോ. ഈ വിവരക്കാർ കാണിക്കാമോ? പോയ വഴിയിൽ വല്ല അക്രിയും പറ്റി കാണുമോ? എനിക്ക് എന്റെ ഉള്ളം കാര്യം തരിച്ചു വരുന്നു. അച്ഛൻ സമാധാനമായിട്ടിരിക്കും, ജ്യേഷ്ഠൻ വരും. ചേട്ടാ, എന്താ ഇത്? എന്റെ ചേട്ടൻ കുടിച്ചിരിക്കുന്നു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്റെ ചേട്ടനെ ആരും അറിഞ്ഞോണ്ട് വഞ്ചിച്ച. അമ്പലപ്പുഴ പെണ്ണില്ലാഞ്ഞ്, ആറാട്ടുപുഴ പെണ്ണില്ലാഞ്ഞ്, ആലപ്പുഴ പോയി പെണ്ണിനെ കണ്ടു. പെണ്ണിന് സ്വത്തുണ്ട്, നല്ല വീടുണ്ട്, പെണ്ണിനെ കണ്ടാലും കൊള്ളാം. പക്ഷെ പെണ്ണിന്റെ അമ്മയുടെ മുഖം കണ്ട അവളെ തൊഴിക്കാൻ തോന്നും. ചേട്ടാ, അമ്മേ, ഈ മുഴുക്കുടിയനാണോ ഞാൻ കല്യാണം കഴിക്കേണ്ടത്? ഇവനാണോ ഈ നാട്ടിലെ വലിയ പ്രമാണി? കൊച്ചമ്മേ, നമുക്ക് ഈ വിവാഹം വേണ്ട. അല്ലെങ്കിൽ തന്നെ ഈ വിവാഹം നടന്ന ഈ പെൺകുച്ചിന്റെ ഗതി എന്താകും? ചേട്ടാ, എന്താ ഇത്? എടാ അളിയാ, നീ എന്റെ അച്ഛോ, കുടിക്കുന്നവരെല്ലാം കൊല്ലുന്നതാണ് ശിക്ഷയെങ്കിൽ ഈ കുടിക്കുന്നവന്മാരെല്ലാം വെടിവെച്ച് കൊല്ലാൻ ഒക്കും അച്ഛോ? അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, മക്കളെല്ലാം തെക്കോട്ട്. അച്ഛോ പൂ, അച്ഛോ പൂ, അച്ഛോ. എന്റെ ഭഗവതി, അമ്മയാണ് ഇതിനൊക്കെ കാരണം. ഇപ്പൊ ഭഗവതി വിളിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ ആരും പോകരുത്. എല്ലാവരും ഇരിക്കവിടെ, എല്ലാവരും ഇരിക്കും. ഈ വിവാഹം ഈ മുഹൂർത്തത്തിൽ തന്നെ നടക്കും. മേടയിൽ ശങ്കരമേനോന് 2 ആൺമക്കളുണ്ട്. പുകന്റെ പുള്ളി പുറത്ത് കളഞ്ഞിട്ട് ഞാൻ പച്ചക്കൊള്ളി എടുത്ത് പിടിക്കും. സുരേന്ദ്ര, കേറിയില്ല മണ്ഡപത്തിന്. അച്ഛാ, ഇരിക്കാനാണ് പറഞ്ഞത്. നീ എന്നെ എതിർക്കാനാണ് ഭാവമെങ്കിൽ ചാന്തിനെ കൊന്നിട്ട് ന്യായം വലിച്ചു കളയും. അച്ഛാ, ദേവയ്യമ്മേ, എനിക്ക് അഭിമാനമാണ് വരുന്നത്. നിങ്ങളുടെ മകളെ ഇതേ മുഹൂർത്തത്തിൽ ഇതേ കണ്ണൂർമണ്ഡലത്തിൽ വെച്ച് എന്റെ 2ാമത്തെ മകൻ വിവാഹം ചെയ്യും. മറ്റൊന്നും ആലോചിക്കാനില്ല. അതാണ് ദൈവനിശ്ചയം എന്ന് കരുതിക്കൊള്ളൂ. വരുമോളെ, ഇതുപോലെ എന്റെ കരുത്തിൽ ഒന്നുമില്ല. ചേട്ടന്റെ കാര്യം ആലോചിക്കാണോ? ഞാൻ വന്നത് ഉപദ്രവമാണെങ്കിൽ ക്ഷമിക്കണം. ചേട്ടാ, ഞാൻ നിന്റെ ചേട്ടൻ തന്നെയാണ്. അതുകൊണ്ടാണ് വീണ്ടും നിന്നെ ഉപദ്രവിക്കാമെന്ന് കരുതിയത്. ഉപദ്രവം? ചേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സത്യം എപ്പോഴും ക്രൂരമാണ്. നിന്റെ ജീവിതത്തിലെ വലിയ സത്യം നീ എനിക്ക് വേണ്ടി ഒളിച്ചു വെച്ചു. തക്ക സമയത്ത് ഈശ്വരൻ നേർവഴി കാണിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ 3 പേരുടെയും ജീവിതം തകർന്നു പോകുമായിരുന്നു. ശ്രീദേവി, ഈ ലോകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ അനുജനാണ്. അതുകൊണ്ട് അവൻ എല്ലാം എന്നിൽ നിന്നും മറച്ചു വെച്ചു. പക്ഷെ നിനക്കെങ്കിലും എന്നോട് തുറന്നു പറയാമായിരുന്നു. പരസ്പരം സ്നേഹിച്ച നിങ്ങൾ യാത്ര പറയാനായി ഇന്നലെ രാത്രി ഒരുമിച്ച് ചേർന്നില്ലേ? അപ്പൊ നിങ്ങളുടെ സംസാരം കേട്ടുകൊണ്ട് നിങ്ങളുടെ പിന്നിൽ ഞാൻ മറഞ്ഞു നിൽക്കുകയായിരുന്നു.
എന്നെ സ്വീകരിക്കൂ, എന്നെ രക്ഷിക്കൂ. അങ്ങനെ നിങ്ങളുടെ സ്നേഹത്തിന്റെ കഥ ഞാൻ മനസ്സിലാക്കി. ശ്രീദേവി രക്ഷിക്കേണ്ടത് എന്റെ കടമയാണെന്ന് എനിക്ക് തോന്നി. അതിന് ഞാൻ മറ്റു മാർഗവും കണ്ടില്ല. അതുകൊണ്ട് ഒരു മദ്യപാനിയുടെ വേഷത്തിൽ ഞാൻ കല്യാണപ്പന്തലിൽ വന്നു. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല, ഇനി കുടിക്കുകയുമില്ല. ചേട്ടാ, ചേട്ടൻ ഞങ്ങളെല്ലാം തോപ്പിച്ചു കളഞ്ഞല്ലോ. ആര് തോറ്റു ആര് ജയിച്ചു എന്നൊന്നും എനിക്കറിയില്ല. ഒരു നിമിഷം കൊണ്ട് അച്ഛന്റെ കണ്ണിൽ ഞാനൊരു കുടുംബദ്രോഹിയായി മാറി. ഇന്നലെ വരെ ഞാൻ ചെയ്ത എല്ലാ നന്മകളും ഈ നാട്ടുകാർ മറന്നു. ഇന്ന് ഞാൻ അവരുടെ മുന്നിൽ ഒരു തികഞ്ഞ മദ്യപാനിയാണ്. ഇനി ഈ നാട്ടിൽ ഞാൻ നിൽക്കുന്നത് ശരിയല്ല. ചേട്ടൻ എങ്ങോട്ട് പോകുന്നു? കുറച്ചു ദിവസത്തേക്ക് എനിക്കൊരു മാറ്റം ആവശ്യമാണ്. നീ എന്നെ തടയണ്ട. ആര് പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല. ചേട്ടാ, എനിക്ക് വേണ്ടി ചേട്ടൻ എന്തിനു നാട് വിടണം? എന്റെ യാത്ര ഒരു ചെറിയ കാര്യമാണ്. അതിന് നിങ്ങൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. ഏത് നിമിഷവും എനിക്ക് തിരിച്ചു വരാം. സമയം വളരെയായി. നിങ്ങൾ കിടന്നുറങ്ങും. നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഈ പെൺകുട്ടിയെ നീ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. ഞാൻ